ഹായ് ഹലോ ഗായ്സ് നല്ല സുഖല്ലേ. നമ്മ വീണ്ടും തിരിച്ചു വന്നു. അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞിട്ട് അൺബോക്സിങ് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായില്ലേ, ഒരു വ്ളോഗായിരിക്കും, ഒരു ട്രിപ്പ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മ ഒരു ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പാരീസിലേക്കാണ്. പാരീസിൽ പോവാൻ എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ എക്സൈറ്റഡ് ആണ്. പക്ഷേ ലൈക്ക് അറിയില്ല എന്താവുന്നു. വ്ളോഗ് ലൈക്ക് പ്ലാനിങ് പ്രകാരം നടക്കുമോ, അങ്ങനെ കുറച്ച് ടാസ്കുകളുണ്ട്. യാത്ര എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻ ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ബസ്സിനായിരിക്കും, ഫ്ലിക്സ് ബസ്സിനായിരിക്കും പോവുക. അപ്പോൾ ബാക്കി വീഡിയോസ് അതിൽ കാണാം. അതുപോലെ നമ്മൾ ചെറിയ പ്ലാനിങ് ഒക്കെ ഉള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഴയ നിന്ന സിറ്റിയിലെ പിള്ളേരൊക്കെയാണ്. അപ്പോൾ ആ പിള്ളേർ എന്താ പറയുക, അവർ അവിടെ നിന്ന് ഡയറക്റ്റ് വരും, ഞാൻ ഇവിടെ നിന്ന് ഡയറക്റ്റ് പോകും. ടൈമിങ്ങിൻ്റെ വ്യത്യാസമുണ്ട്, എന്താണെന്നറിയില്ല. ഒരു 3 ദിവസം നമ്മൾ എന്തായാലും പാരീസിൽ അടിച്ചു പൊളിക്കുന്നതായിരിക്കും. അപ്പോൾ പാരീസിൽ അടിച്ചു പൊളിക്കാൻ നിങ്ങളും വരില്ലേ. എന്താണ് എൻ്റെ പാക്കിംഗ് ഒക്കെ, ചെറിയ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാക്കിംഗ് കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ. ഈ ബാഗ് ഒരു ക്യാബിൻ ബാഗും ഒരു ലാപ്ടോപ്പ് ബാഗിൽ ഐപാഡ് ഉണ്ട്, നമ്മളെ വ്ളോഗിങ് കിറ്റ്. ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾ വരല്ലേ പാരീസിലേക്ക്. ഇനി കാഴ്ചകൾ പാരീസിൽ വെച്ച് കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളങ്ങനെ പാരീസ് എത്തി. ബസ്സിൽ വന്നിറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പിള്ളേർ അവിടെ ആദ്യം എത്തിയിട്ടുണ്ട്. അവരെനിക്ക് വേണ്ടി മെട്രോ ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റിങ്ങിലാണ്. അപ്പോഴാണ് നമ്മൾ വേറൊരു കാര്യമാണ്, ചെക്കിൻ ഉച്ചയ്ക്ക് ശേഷം നടക്കുള്ളൂ. അപ്പോൾ നേരെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ലഗേജ് എവിടെയെങ്കിലും വെക്കാനായിട്ട് മെട്രോക്ക് കയറി ഒരു സ്ഥലം കണ്ടുപിടിച്ചു പോവുകയാണ് ഗൈസ്. അങ്ങനെ ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച സ്ഥലം. പിന്നെ KP ഒന്നും നോക്കിയില്ല, അവിടെ തന്നെ ഇന്ന് പെട്ടിയും തുറന്ന് അവൾക്ക് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ അവൾ എടുക്കാൻ തുടങ്ങി. ഒരു ലഗേജ് സ്റ്റോറിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പെയിന്റ് അടിക്കണ്. KP അടി, KP തെറിക്കുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ലോറമിസ് എത്തി. ലോറമിസിലെ ക്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നൈസായിട്ട് ഉള്ളിൽ കയറി മൊണാലിസനെ കാണാൻ പോവാണ് ഗൈസ്. ഗൈസ് കണ്ടുപിടിച്ചു, ലാസ്റ്റ് മൊണാലിസ കണ്ടുപിടിച്ചു. മൊണാലിസ സെക്യൂരിറ്റി ഉണ്ട് നോക്കി. ഭയങ്കര ക്രൗഡ്. ഗൈസ് 2X സ്കൂമിലാണ്, എന്നിട്ട് മൊണാലിസനെ കാണാൻ പറ്റുന്നില്ല ഗൈസ്. ഗായ്സ് നമ്മളങ്ങനെ പുറത്തെത്തി. ലോറ മ്യൂസിയത്തിൽ ആകെ മൊണാലിസ മാത്രമേ കാണാനുള്ള സമയമുള്ളൂ. കാരണം നമ്മൾ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ലേറ്റാവും. അതുകൊണ്ട് നമ്മൾ നേരെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ ഒപ്പേര ഗാർണിയറിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി വിശേഷങ്ങൾ അവിടെ. ഓക്കെ, നമ്മൾ അങ്ങനെ ഗാർണിയർ എത്തിയിട്ടുണ്ട്. അടുത്തത് നമ്മളെ മെയിൻ
ഇവരെ എന്തോ പാലസ് ഗാർണിയർ എന്നൊക്കെ പറയുന്നുണ്ട്. കാണിച്ചു തരാം ഗൈസ്, വെയിറ്റ്. ഇതാണ് സംഭവം, നല്ല രസമുണ്ട്. ഇത് സിറ്റീൻ്റെ സൈഡിൽ തന്നെ, ഇതാണ് സിറ്റി. അവിടെ ബസ് ഇറങ്ങി നമ്മളിറങ്ങി നൈസായിട്ട് വന്ന് ഇത് എൻട്രൻസിലേക്ക് പോകുന്നു. ഓക്കെ, ബാക്കി കാണാം. ഉള്ളിൽ എന്താണെന്ന് അറിയില്ല. പിന്നെ അവിടെ കുറച്ച് അൻവറിൻ്റെ ഫോട്ടോഗ്രാഫിയും എൻ്റെ ഫോട്ടോഗ്രാഫിയും കുറച്ച് റീൽസും നൈസായിട്ട് ആ സ്ഥലം അങ്ങോട്ട് നല്ലോണം ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടായി. കാരണം ഉച്ചയായി, എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്, നമുക്ക് റൂമിൽ ചെക്ക് ഇൻ ചെയ്യണം, ലഗേജ് എടുക്കണം. അത് നമ്മൾ നേരെ ലഗേജ് എടുത്ത് നല്ലൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചതിന് KPക്ക് വൈഫൈ കിട്ടി, എൻ്റെ സന്തോഷം. ലില്ലിക്ക് ബുക്ക് വായന, അൻവറിന് സ്നാപ്പ്, ഞാൻ നൈസായിട്ടൊരു ബിയർ ഈ ചൂടത്ത് നൈസായിട്ട് അടിച്ച് നമ്മളവിടെ നേരെ റൂമിലേക്ക് വിട്ടു ഗൈസ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് റൂം കയറി, നമ്മൾ നല്ല ടയേർഡായിരുന്നു. എന്നിട്ട് വന്ന് ചെറിയ റെസ്റ്റിന് ശേഷം ഇതാ നമ്മൾ ഈഫിൽ ടവർ നൈറ്റ് ലൈറ്റ് ഇടുന്ന കാണാൻ പോവാണ്. എല്ലാവരും സെറ്റായിട്ടുണ്ട്. എല്ലാവരും മറ്റേ ട്രഡീഷണൽ വെയറിലൊക്കെയാണ്. നോക്കെ, ഒരാൾ മുണ്ട്, 2 സാരി. എനിക്ക് മുണ്ടില്ല ഗൈസ്, എന്നെ ഇവർ ചതിച്ചു ഗൈസ്. എനിക്ക് മുണ്ട് കൊണ്ടുവന്നില്ല. എനിക്ക് ഇവർ മുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് സിംഗിൾ മുണ്ടാണ് ഗൈസ്. നല്ല നെല്ലടിക്കുന്നുണ്ട് ഗൈസ്. എന്താ ചെയ്യുക? ഞാൻ എന്നിട്ട് ഞാൻ എന്താ പാൻറ്റാണ് ഗൈസ്, പാൻറ്റ് ടീഷർട്ട്. നമ്മളപ്പോൾ ഈഫിൽ ടവറാണ്. ഓക്കെ, ഗൈസ് നമ്മൾ അങ്ങനെ ഈഫിൽ ടവർ കാണാൻ പോകുന്നത് എക്സൈറ്റഡ് ആണ്. ഗൈസ്, റിവർ സൈഡിൽ ഒരു ബോട്ടും വ്യൂ നോക്കിക്ക, ഒരു രക്ഷയില്ല ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ലൈവ് ഈഫിൽ ടവർ കണ്ട് ഇന്ന് കാണുന്നില്ല, ബാക്കിലെ ഈഫിൽ ടവർ നമ്മളത് കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഞാൻ എനിക്ക് എത്ര ഹാപ്പിനെസ് ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ ഗൈസ്. അമ്മാതിരി ഹാപ്പിനെസ്സാണ് എനിക്ക് കിട്ടിയത് അത് കണ്ടപ്പോൾ. എനിക്കൊന്നുകൂടെ കാണിച്ചു തരാം. കണ്ടില്ലേ, രസമാണ് ഗൈസ്. ഇത് സ്പാർക്കിലും കൂടെ കാണണം. ഒരു രക്ഷയല്ല മോനെ, ഒരു രക്ഷയല്ല. ഐ ആം സോ ഹാപ്പി. ഇപ്പോൾ ഫസ്റ്റ് ഡേ ഇൻ പാരീസ് ഇത്രയാണ്. ഇന്നത്തെ കഴിഞ്ഞ് ഇനി റൂമിൽ പോയി കിടന്ന് നൈസൊരു ഉറക്കം. നാളെ രാവിലെ എണീറ്റ് ഡിസ്നിലാൻഡിൽ ഇനി എന്താണ് അവസ്ഥ എന്നറിയില്ല. ഇന്ന് കുറേ സംഭവങ്ങളുണ്ട്, എല്ലാ വീഡിയോയിൽ വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ.